ഹായ് കൂട്ടുകാരെ, ഉണക്കച്ചമീൻ കൊണ്ടുള്ളൊരു കറിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ വയ്ക്കുന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ 100 ഗ്രാം ഉണക്കച്ചമീനാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു പാലക്കാടൻ കറിയാണിത്. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ളതാണ്. മാങ്ങ എടുക്കുമ്പോൾ പഴുത്തതെടുക്കരുത്, പച്ചമാങ്ങ തന്നെ വേണം. 2 പച്ചമുളകും ഒരു ചെറിയ സവാളയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടുത്താം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഈ ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. കരിയാതെ വറുത്തെടുക്കണം. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും, പിന്നെ അത് ചുരുങ്ങി വരും. അതിനുശേഷം ഇതിൻ്റെ വാലും തലയൊക്കെ നമുക്ക് നുള്ളിക്കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതായത് ഇതിൻ്റെ പൊടിയെല്ലാം ചേറിക്കളയണം. അതിന് ശേഷമാണിത് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അതേപോലെ ഇതിൽ കല്ലുണ്ടാവും. അപ്പോൾ ആ കല്ലൊക്കെ നല്ല പോലെ അരിച്ചു മാറ്റി വേണം ഇത് എടുക്കാൻ. മാത്രമല്ല, ഈ ഒരു ചട്ടിയിൽ നമ്മളിത് വറുത്ത ശേഷം ഈ ഒരു ചട്ടിയിൽ തന്നെ ഇത് പാചകം ചെയ്താൽ നമുക്ക് മറ്റ് പാത്രങ്ങളിലൊന്നും ഇതിൻ്റെ സ്മെല്ല് വരികയുമില്ല. ഒരു പാത്രം കഴുകിയാൽ മതിയാവും. ഇപ്പോൾ ചെമ്മീനൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇത് ചേറിയെടുക്കണം. ചേറിയെടുത്ത് ഇതൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ മുറത്തിലിട്ട് ചേറി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞു, വാലും തലയൊക്കെ കളഞ്ഞു. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ മണൽ തരികൾ ഉണ്ടായിരിക്കും. അപ്പം അത് നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ കല്ല് കടിക്കും. അതുകൊണ്ട് നമുക്കിത് മണലൊക്കെ അരിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം ഇപ്പോൾ തിളച്ച് പൊന്തിയിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ തോല് കളയണം. ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ അണ്ടി ചേർക്കരുത്, മാങ്ങാണ്ടി ചേർക്കരുത്. ഈ മാങ്ങ വേവുന്നതിനോടൊപ്പം തന്നെ ചെമ്മീനും വെന്തു വരട്ടെ. അപ്പോൾ ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വൃത്തിയാക്കി വെച്ച ചെമ്മീൻ കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചില ഉണക്കച്ചെമ്മീനിൽ ഉപ്പുണ്ടാവും, ചിലതിൽ ഉപ്പുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റോളം വേവിക്കണം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ വേവിച്ചെടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം അടച്ചു വയ്ക്കാൻ. അരപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി നാളികേരം ചിരവിയതും 1 തണ്ട് കറുവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു പരുവത്തിലാണ്. വല്ലാതെ അരയൊന്നും വേണ്ട, എന്നാൽ അരയുകയും വേണം. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് കറിയിലേക്ക്, വെന്ത കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റോളം തന്നെ ഇത് വെന്തിട്ടുണ്ട്. ഇതിന് നല്ല വേവുണ്ട്. വെന്താലാണ് ഈ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം മാങ്ങയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കിയ ശേഷം തീ ഒന്ന് കുറച്ച് അടച്ചു വയ്ക്കാം. ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നാളികേരം ഉപ്പ് കുറവാണ് കറിയിൽ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം.
ഇത്ര വെള്ളമേ പാടുള്ളൂ. നല്ലൊരു കറിയായി വന്നിട്ടുണ്ട്. ഇത് കൂട്ടി ശീലിച്ചവർക്കാണ് ഇഷ്ടം. പുതിയതായി കൂട്ടുന്നവർക്ക് ശീലമാവുമ്പോഴേ ഇഷ്ടമുണ്ടാവുകയുള്ളൂ. അപ്പം ഞങ്ങളിത് ചെറുപ്പം മുതൽ കൂട്ടുന്ന കറിയായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറുവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. തീ ഞാൻ ഓഫാക്കുകയാണ്. അപ്പോൾ കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും ഇതിന്. തീ ഓഫ് ചെയ്താലും മൺചട്ടിയിലായതുകൊണ്ട് ഇത് ഇങ്ങനെ തിളച്ചു കൊണ്ടിരിക്കും. ഇനി നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ തൂവി കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഉണക്ക ചെമ്മീൻ കറി, മാങ്ങയിട്ട ഉണക്ക ചെമ്മീൻ കറി. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.